ലാസ്റ്റ് IT എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡെവലപ്പേഴ്സ് ആൻഡ് ഫൗണ്ടേഴ്സിന്റെ പേരുകൾ നമുക്ക് ഒരൊറ്റ വീഡിയോയിലൂടെ, ഒരു കുഞ്ഞു വീഡിയോയിലൂടെ പഠിച്ചെടുത്താലോ? ഓക്കെ, ചില ടീമിന്റെ പേര് അല്ലെങ്കിൽ വ്യക്തികളുടെ പേരുകളൊക്കെ നിങ്ങളോട് പ്രത്യേകം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ചിലരുടെ പേരുകളാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സമയം കളയുന്നില്ല, ആദ്യത്തെ വ്യക്തിയെ നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ പഠിക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണ് പിയർ ബേസിയർ. പിയർ ബേസിയർ ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹം ഒരു ഫ്രഞ്ച് എഞ്ചിനീയർ ആണ്. ഇദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത്? ഇദ്ദേഹമാണ് നമ്മൾ ഇങ്ക്സ്കേപ്പിൽ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ടൂളിന്റെ പേരാണ് ബേസിയർ കേവ് ടൂൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രാവിനെ വരക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇങ്ങനെ കേവ് ഒക്കെ ഉപയോഗിച്ചിട്ട് കേവ് ഒക്കെ വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലേ, ആ ഒരു ടൂളാണ് ബേസിയർ കേവ് ടൂൾ എന്ന് പറയുന്നത്. ഈ ബേസിയർ കേവ് ടൂളിന് ആ പേര് ലഭിച്ചത് ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ്. വളരെ ഇമ്പോർട്ടന്റ്, ഇതേപോലെയുള്ള ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇദ്ദേഹത്തിന്റെ പേര് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്തതിലേക്ക് വരുമ്പോൾ വളരെ 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 ഇമ്പോർട്ടന്റ്, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇത് എന്തായാലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പബ്ലിക് എക്സാമിന് മിക്കവാറും ഈ ഒരു വ്യക്തിയുടെ പേര് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഗൈഡോ വാൻ റോസം. ആരെ ഇദ്ദേഹം? ഗൈഡോ വാൻ റോസം എന്ന് പറയുന്ന വ്യക്തി പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വികസിപ്പിച്ച ആളാണ്. ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് ഗൈഡോ വാൻ റോസം. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ മൊത്തമായിട്ട് പഠിക്കുന്നത് പൈത്തണിനെ പറ്റിയിട്ടല്ലേ? അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേര്, ആ ഒരു പൈത്തൺ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിക്കാനുള്ള സാധ്യതയില്ലേ? അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേര് മറന്നു പോകരുത്. ഗൈഡോ വാൻ റോസം. നോട്ട് ചെയ്ത് വെക്കണം, എഴുതി വെക്കണം, പഠിക്കണം. പിന്നെ പൈത്തണിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈസിയാണ്, പഠിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആണ്. വിദഗ്ധരായ ആൾക്കാർക്കും തുടക്കക്കാർക്കും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഒരു ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്, അതുപോലെ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അതിന്റെ കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇവിടെ പഠിക്കാനുള്ള വ്യക്തിയുടെ പേര് എന്ന് പറയുന്നത് ഗൈഡോ വാൻ റോസം. പൈത്തൺ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, അടുത്തത് ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഇത് ഒന്ന് വ്യക്തിയുടെ പേരാണ്, പിന്നെ ഉള്ളത് ഒരു കൺസോർഷ്യം, വേൾഡ് വൈഡ് കൺസോർഷ്യം. പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് വില്യം ഗിബ്സൺ ആരാ? ബേണിംഗ് ക്രോം എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുള്ള എഴുത്തുകാരനാണ് വില്യം ഗിബ്സൺ. സൈബർ സ്പേസ് എന്ന പദം, ആ ഒരു സൈബർ സ്പേസ്, നമ്മുടെ ആ ഒരു ചാപ്റ്ററിന്റെ പേര് തന്നെ സൈബർ സ്പേസ് അഥവാ സൈബർ പ്രപഞ്ചം എന്നാണ്. ആ ഒരു പേര് വന്നിരിക്കുന്നത് 1984 ന്യൂറോമാൻസർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒരു നോവൽ ഉണ്ട്, ആ നോവലിൽ നിന്നാണ്. സോ ബേണിംഗ് ക്രോം എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം ഗിബ്സൺ. W3C ഇൻട്രഡ്യൂസ്ഡ് CSS ഇൻട്രഡ്യൂസ് ചെയ്തത് 1996 കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അഥവാ CSS അവതരിപ്പിച്ചത്, ഇൻട്രഡ്യൂസ് ചെയ്തത് വേൾഡ് വൈഡ് കൺസോർഷ്യമാണ്. അവിടെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ രണ്ടാൾക്കാരുടെ പേരും ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. വേറെ വേറെ ആണെങ്കിൽ രണ്ടാൾക്കാരാണെങ്കിൽ ഒരുമിച്ച് പഠിക്കണം. കാരണം ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട് W3Cനെ പറ്റിയിട്ട്. ഈ W3C എന്നെ അവതരിപ്പിച്ചിട്ടുള്ള CSS എന്ന് പറയുന്ന ആശയം നൽകിയത്, ആ ഒരു ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഇവര് രണ്ടുപേരും ചേർന്നിട്ടാണ്. അങ്ങനെ തന്നെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. CSS എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ആ ആശയം നൽകിയത് ആരാണ്? ഹാക്കോൺ വിയോംലിയും ബേർഡ് ബോസും. ഈ രണ്ട് വ്യക്തികളുടെ പേര് വളരെ ഇമ്പോർട്ടന്റ്. അടുത്തത് നമുക്ക് ആർഡിനോ യുനോ ബോർഡിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നില്ലേ? 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റോബോട്ടിക്സിന്റെ ചാപ്റ്റർ ഉണ്ട്, ദ വേൾഡ് ഓഫ് റോബോട്ട്സ്, റോബോട്ടുകളുടെ ലോകം. അതിൽ നമ്മൾ വളരെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ആർഡിനോ എന്ന് പറയുന്ന ബോർഡ്, ആർഡിനോ യുനോ എന്ന് പറയുന്ന ബോർഡ്. ഈ ആർഡിനോ എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് 2005 2005 നിർമ്മിച്ചത് ഇറ്റലിയിലുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ടീമാണ് 2005 ആർഡിനോ തയ്യാറാക്കിയത്. ഇത് ചിലപ്പോൾ ചോദിക്കും. ഇന്ററാക്ഷൻ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇറ്റലിയിലെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ടീമാണ് 2005 ആർഡിനോ നിർമ്മിച്ചത്. ഓപ്പൺ ടൂൺസിനെ പറ്റി പഠിക്കുന്ന ആ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ പഠിക്കാനുള്ള ടൂൺസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ ടൂൺസ് നമുക്ക് ചാപ്റ്ററിൽ ടൂൺസ് എന്ന സോഫ്റ്റ്വെയറിനെ പറ്റി പഠിക്കാനില്ല. പക്ഷേ ഈ ഒരു ടൂൺസിൽ നിന്നാണ് നേരെ നമ്മൾ പഠിക്കുന്ന ഓപ്പൺ ടൂൺസ് ഉണ്ടായിരിക്കുന്നത്. ഡിജിറ്റൽ വീഡിയോ SPA എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ നിന്നാണ് ടൂൺസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ്, ഈ വ്യക്തിയുടെ പേര് വളരെ ഇമ്പോർട്ടന്റ്. നമ്മള് 9ാമത്തെ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നമ്മൾ SQLite എന്ന് പറയുന്ന ഒരു DBMS എന്താ? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യുക, അതിനകത്ത് ആവശ്യമുള്ള ഡാറ്റ സേവ് ചെയ്യുക, റിട്രീവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ DBMS എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഫ്രീ ആയിട്ടുള്ളൊരു DBMS ആണ് SQLite എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നതും SQLite പറ്റിയാണ്. ഈ SQLite എന്ന് പറയുന്ന DBMS തയ്യാറാക്കിയിരിക്കുന്ന വ്യക്തിയാണ് D. റിച്ചാർഡ് ഹിപ്പ്.
ഡി റിച്ചാർഡ്. ഇത് എന്തായാലും ചോദിക്കും കേട്ടോ, എന്തായാലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി പഠിക്കാനുള്ളത് റിച്ചാർഡ് സ്റ്റാൾമാൻ. ഇമ്പോർട്ടൻറ്റ്, അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഇഗ്നോ പ്രൊജക്ട് തയ്യാറാക്കിയിരിക്കുന്നത് ആരാണ്, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആരാണ്? ചോദ്യം അങ്ങനെയാണ് വരിക. റിച്ചാർഡ് സ്റ്റാൾമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇഗ്നോ പ്രൊജക്ട് സ്ഥാപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതേപോലെ FSF ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷനും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് റിച്ചാർഡ് സ്റ്റാൾമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. റിച്ചാർഡ് സ്റ്റാൾമാൻ ഇഗ്നോ പ്രൊജക്ടിനെ പറ്റിയിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാലും റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. അതേപോലെ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ 1985 1985 FSF അഥവാ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷനും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. ഓക്കെ, പേര് മറന്നുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ളത് അടുത്തത് യുനിക്സ് ടീം. യുനിക്സിന്റെ ടീം ഉണ്ട്, അതിൽ 3 ആൾക്കാരുടെ പേര് നമുക്ക് പഠിക്കാനുണ്ട്. യുനിക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. കെൻ തോംസൺ, ഡെന്നിസ് റിച്ചി, ഡഗ്ലസ് മാക്രോയി എന്നിവർ ചേർന്നതാണ് യുനിക്സിന്റെ ടീം എന്ന് പറയുന്നത്. ആ ടീമാണ് യുനിക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS ഡെവലപ്പ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ വികസിപ്പിച്ചിരിക്കുന്നത്. AT&T എന്ന് പറയുന്ന ഒരു ടെലികോം കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ നിന്നാണ് യുനിക്സ് വികസിപ്പിച്ചത്. അതിന്റെ വർഷം എന്ന് പറയുന്നത് 1969 to 1970 ആ ഒരു കാലഘട്ടത്തിലാണ്. ഇതിൽ പഠിച്ചു വെക്കേണ്ടത് ഈ 3 വ്യക്തികളുടെ പേരാണ്. ക്ലിയർ? യുനിക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചു. ഓക്കെ അല്ലേ? ഇനി എന്തായാലും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരു ചോദ്യമാണിത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ലിനക്സ് ടോൾവാർഡ്സ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി നമ്മളോട് ചോദിക്കും. ഇദ്ദേഹമാണ് ലിനക്സ് എന്ന കേർണൽ നിർമ്മിച്ചിരിക്കുന്നത്. ലിനക്സ് ടോൾവാർഡ്സ് എന്ന് അത് പേരിൽ നിന്ന് കണ്ടിട്ട് ഡയറക്റ്റ് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ലിനക്സ് കേർണൽ നിർമ്മിച്ചത് ആരാണ് ചോദിക്കുക. ആ ഒരു പേരിൽ തന്നെ നമുക്ക് കിട്ടും ലിനക്സ് ടോൾവാർഡ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ രീതിയിൽ ഇദ്ദേഹത്തിന്റെ പേരുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പൊ ഇത് എന്തായാലും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇദ്ദേഹം ലിനക്സ് ടോൾവാർഡ്സ് ലിനക്സ് കേർണൽ മാത്രമല്ല, അദ്ദേഹം തന്നെയാണ് ഗിറ്റ് നിർമ്മിച്ചത്. അതൊരു വേർഷൻ കൺട്രോൾ സിസ്റ്റം ആണ്. ഒരുമിച്ച് കൂട്ടമായിരുന്നു കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ, കൂട്ടമായ വികസനത്തിന്, പല സ്ഥലത്താണെങ്കിൽ പോലും കൂട്ടമായ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയറുകളൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഒരുപാട് പേർക്ക് ഒരുമിച്ച് അത് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അത് തയ്യാറാക്കിയിട്ടുള്ളതും ലിനക്സ് ടോൾവാർഡ്സ് ആണ്. പേരുകളൊക്കെ മിക്കവാറും എക്സാമിന് ചോദിക്കാം, പ്രത്യേകിച്ച് ഗൈഡോ വാൻ റോസം, അതേപോലെ പിയർ ബേസിയർ, അതേപോലെ നമ്മൾ പാർട്ടിലെ കുറച്ച് ആൾക്കാരുടെ പേരുണ്ട്, അതൊക്കെ പഠിച്ചു വെക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.